Good morning, friends. It's me, Simon, YouTube channel. Simon Varghese Instagram, Simon Varghese Facebook. Welcomes you all. പ്രിയ പ്രേക്ഷകരെ, സുഹൃത്തുക്കളെ, ഞാൻ വളരെയധികം ദുഃഖത്തിലും വളരെ സന്തോഷത്തിലുമാണ്. ഒന്ന്, നിങ്ങൾക്കും എനിക്ക് സുപരിചിതനായ നമ്മുടെ പ്രിയപ്പെട്ട ക്യാപ്റ്റൻ നോബിൾ പെരേരയുടെ അമ്മ റീറ്റ ആൻ്റണി പെരേര ഇന്നലെ വൈകുന്നേരം കർത്താവിൽ നിദ്ര പ്രാപിച്ചു. അതിൽ ദുഃഖമുണ്ട്. പെരേരയുടെ ശവസംസ്കാരം ഇന്ന് 3 മണിക്ക് പാക്കിൽ സെൻറ്റ് തെരേസാസ് ദേവാലയത്തിൽ ചടങ്ങുകൾക്ക് ശേഷം പ്രത്യേകം നിർമ്മിച്ച കല്ലറയിൽ സംസ്കരിക്കുന്നതാണ്. അത് ധരാറിപ്പാണ്. കാരണം ക്യാപ്റ്റൻ നോബിൾ പെരേരയുടെ അനുവാചകരായ ധാരാളം പേരുണ്ട്. അദ്ദേഹം കാലാവസ്ഥയെ പറ്റി പറയുന്നു. അദ്ദേഹം കപ്പലിൽ ചീഫ് ഓഫീസറായിരുന്നു, ക്യാപ്റ്റനായിരുന്നു. അപ്പോൾ അവർക്ക് അവരുടെ ആ ഇത് കിട്ടുന്ന ആ ഒരു വിവരങ്ങൾ നമ്മളെ ജനങ്ങൾക്ക് പങ്കുവെച്ച് തരുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും വളരെ കർമ്മോത്സുകനായ ഒരു മനുഷ്യനും മനുഷ്യസ്നേഹിയുമാണ് അദ്ദേഹം. ധാരാളം മനുഷ്യ സ്നേഹ പ്രവർത്തികൾ ചെയ്യുന്നയാളുമാണ്. ഇന്നലെ ആ മരണത്തിൽ നമ്മുടെ ഇറ്റ്സ് മീ സൈമൺ യൂട്യൂബ് ചാനലിൻ്റെ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു, ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്യുന്നു. ഞാൻ ആ സംസ്കാരത്തിൽ പങ്കെടുക്കുന്നുണ്ട്, നിങ്ങളെ ക്ഷണിക്കുന്നു. ഓക്കെ. അദ്ദേഹത്തിൻ്റെ വീട് കോട്ടയത്ത് കൊല്ലാട് എന്ന് പറയുന്ന ബോട്ടിയെട്ടിയുടെ അടുത്താണ്. ബോട്ടിയെട്ടി ഒരു ഫേമസ്, അവിടെ ബോട്ടും ചെട്ടിയൊന്നുമില്ല, പക്ഷേ ആ സ്ഥലത്തിൽ അതിനടുത്ത്. ആരും ചോദിച്ചാൽ പറയും. താല്പര്യമുള്ളവർക്ക് പോയി വീട്ടിൽ പോയി സന്ദർശിക്കാം. 10 മണി തൊട്ട് 3 മണി വരെ വൈദികൻ ശുശ്രൂഷ ആരംഭിക്കുന്നത് വരെ പൊതുദർശനം ഉണ്ടായിരിക്കും. ഓക്കെ. അമ്മയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മകൻ പറയാതിരിക്കാൻ നിർവാഹമില്ല. ആ അമ്മയ്ക്ക് വേണ്ടി അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനങ്ങൾ അനൽപമായിരുന്നു. അത് ഞാൻ ഈ സമയം ഓർത്തു പോവുകയാണ്. എന്തായാലും നമ്മുടെ ദുഃഖവും അനുശോചനയും ദുഃഖിതരായ കുടുംബങ്ങളെ അറിയിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയമുള്ളവരെ, സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളം സന്തോഷിക്കുന്നു, ഇന്ന് ഭാരതം സന്തോഷിക്കുന്ന ദിവസം. നമുക്കറിയാം, നമ്മുടെ മുന്നോട്ടുള്ള പോക്കിനെ പിടിച്ചു തുലച്ചുകൊണ്ടിരുന്ന തെരുവുനായുടെ ശല്യത്തിന് അവസാനമായിരിക്കുന്നു. അതുപോലെ തെരുവുകളിൽ അലഞ്ഞടക്കുന്ന മൃഗങ്ങൾക്ക്, വളർത്തു മൃഗങ്ങൾക്ക് അവസാനമായിരിക്കുന്നു. അതിൽ പശുവുണ്ട്, കാളയുണ്ട്, ആടുണ്ട്, എന്തു തന്നെയാണേലും അതിന് അവസാനമായിരിക്കുന്നു. കാരണം ഇന്ത്യയിലെ പരമോന്നത കോടതിയുടെ അതിനിഷ്കർഷമായ വിധി വന്നിരിക്കുകയാണ്. തെരുവ് നായ്ക്കളെ 8 ആഴ്ചക്കകം അമർ ചെയ്തില്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ വിവരം അറിയും. അത് പനിഷ്മെൻറ്റ് പിരിച്ചുവിടലാണോ അതോ ഫൈനാണോ അതൊന്നും നമുക്കറിഞ്ഞില്ല. ഞാൻ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന അവരോട് അധികടിസ്ഥാനമായ നടപടി എടുക്കുമെന്നാണ്. ഓർത്തോളം നമ്മുടെ ചാനലൊക്കെ ഒത്തിരി ഇത് പറഞ്ഞിട്ടുള്ള ഈ വിഷയം. ഇവിടെ വരുന്ന വിദേശ വനിതയെ എയർപോർട്ടിൽ പട്ടി കടിക്കുന്നു, റെയിൽവേ സ്റ്റേഷനിൽ പട്ടി കടിക്കുന്നു. തിരുവനന്തപുരത്ത് ഒരു മാതാവിനെ പ്രായമുള്ള അമ്മയെ ഭവനിൽ നിന്ന് കടിച്ചുകൊണ്ട് പോയി കൊല്ലുന്നു, അവിടെ കടൽപ്പുറത്തിട്ട് കൊല്ലുന്നു. എന്തിനാ? ഈ അടുത്ത കാലത്തുണ്ടായ കുട്ടികളുടെ അക്രമം എത്രയല്ലേ? 3 ലക്ഷത്തോളം പേർക്കാണ് പേവിഷബാധ ഇഞ്ചക്ഷൻ കഴിഞ്ഞ വർഷം തന്നെ എടുത്തത്. അതുകൊണ്ട് എക്സാക്റ്റ് കണക്കറിയില്ല, എന്തായാലും 100-ഓ കുറേ അധികം പേര് പേവിഷബാധയേറ്റ് മരിച്ചാൽ പറയുമ്പോൾ കണക്ക് തെറ്റിപ്പോയാൽ അത് വിമർശകർക്കൊരു വടിയാവും എന്നുള്ളതുകൊണ്ട് കണക്ക് പറയാതെ ധാരാളം പേർ മരിക്കുകയും ചെയ്തു. അപ്പം അതിന് ശാശ്വത പരിഹാരം സുപ്രീം കോടതി വന്നു. ഇനി അതിന് മേലൊരു കോടതിയില്ല, ഒരു ജഡ്ജിയില്ല. ഇനി വേണമെങ്കിൽ ഈ പട്ടികളത്തിലെയാർക്ക്, അതായത് ഇന്ത്യൻ പ്രസിഡൻറ്റിന് വേണേൽ ഒരു ഇത് കൊടുക്കാം, അതേ ഉള്ളൂ, ബാക്കിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ തെരുവ് നായ്ക്കളെ 8 ആഴ്ചക്കകം ഐദർ ഷെൽട്ടർ ചെയ്യണം, അല്ലെങ്കിൽ അക്രമകാരികളെ നശിപ്പിക്കണം. അതായത് വയലൻ്റ് ആകുന്ന ഡോഗിനെ നശിപ്പിക്കുക, അല്ലാത്തതിനെ ഷെൽട്ടർ ചെയ്യണമെന്നാണ് പറയുന്നത്. എന്തായാലും ഇനി ഇത് ഹെഡേക്ക് നമ്മുടെ അല്ല, ഇവിടുത്തെ പൗരജനങ്ങളുടെ അല്ല. ഈ ഹെഡേക്ക് ഇനി ഉദ്യോഗസ്ഥന്മാരുടെയാണ്. ഉദ്യോഗത്തിൽ നിന്ന് ശമ്പളം വേണ്ടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ ദൈ മസ്റ്റ് ആക്ട്. നമ്മുടെ എല്ലാം പറച്ചിലൊക്കെ വെറുതെ പോയി. അധികാരമില്ല, ഷെൽട്ടർ ചെയ്യാൻ സ്ഥലമില്ല, ലീസിനെടുത്താൽ മതിയല്ലോ. ഇപ്പോൾ എന്തുമാത്രം ഭവനങ്ങളാണ് കേരളത്തിൽ തന്നെ വെറുതെ കിടക്കുന്നത്. വിദേശത്ത് പോയ മക്കളുടെയൊക്കെ വീടുകളൊക്കെ വെറുതെ കിടക്കുക. അത് ലീസിനെടുത്തിട്ട് ചെയ്യാമല്ലോ, വിലക്കെടുക്കണ്ട. എന്നിട്ട് ടെമ്പററി ഷെഡ് തീർക്കാമല്ലോ. ഇപ്പോൾ നമ്മുടെ കോട്ടയത്ത് നിപ്പോൺ ടൊയോട്ട ഷെൽട്ടറാണ്, പക്ഷെ കാണുമോ? AC ഉഗ്രൻ ഷോറൂമാണ്, പക്ഷെ അത് വെറും ഷെൽട്ടറല്ല, തൂണയിലാണ് നിൽക്കുന്നത്. പൈപ്പും ഒക്കെ പിടി. അങ്ങനെ ചെയ്താൽ മതിയല്ലോ, ചിലവ് കുറച്ച് ചെയ്യാമല്ലോ. അല്ലാതെ 40 കോടി 50 കോടി
ഈ കോടികൾ ചോദിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഈ പ്രശ്നമാണ്. ഇത് ലീസിനെടുത്തിട്ട് അവിടെ ടെമ്പററി താച്ചിങ് ഷെഡ് ഉണ്ടാക്കി അവിടെ ഇതിനെ വളർത്താമല്ലോ. പിന്നെ നമ്മൾ ചെയ്യുന്നത് പോലെ ഇപ്പം ജയിലിൽ പിടിച്ചിടും കുറ്റവാളികൾ, എന്നിട്ട് ആട്ടിറച്ചി, ആട്ടിറച്ചി കിട്ടിയില്ല, കോഴിയിറച്ചി കിട്ടിയില്ല, പന്നിയിറച്ചി കിട്ടിയില്ല, പശുവിറച്ചി കിട്ടിയില്ല, പിന്നെ മുട്ട കിട്ടിയില്ല പറഞ്ഞൊക്കെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും ഈ ജയിലിൽ പോകുന്ന ആളുകൾക്ക് അന്ത്യോദയ ആളുകൾ എന്ത് ഭക്ഷിക്കുന്നോ അതേ കൊടുക്കാവൂ. അവർ മിനിമം ഫുഡ് കഴിച്ചാൽ ജീവിക്കുന്നത്, അങ്ങനെ കൊടുക്കാവുള്ളൂ. അപ്പം അങ്ങനെ കൊടുക്കുന്ന കാര്യത്തിലേക്ക് നമ്മൾ വരണം. സുഭിക്ഷമായി ജീവിച്ചിട്ട് ഇവിടുന്ന് പോകുന്നതിനേക്കാൾ മസിൽമാനായി എക്സസൈസ് ചെയ്ത് വന്ന് 2-3 എണ്ണത്തിനെ തട്ടുക, അത് കൊള്ളാം, അത് മോശമാണ്. മിനിമം ഫുഡ് കൊടുത്ത് വെച്ചാൽ മതി. മിനിമം ഫുഡ് നമ്മുടെ ഇവിടുത്തെ പാവപ്പെട്ട അമ്മച്ചിമാർ അല്ലെങ്കിൽ ആരോഗ്യമില്ലാത്ത അമ്മച്ചിമാർ ഒരു സെന്ത് കഴിക്കുന്നു, അതേ കൊടുക്കാവൂ. മിനിമം ഫുഡേ കൊടുക്കാവൂ. ഈ പറഞ്ഞ ആട്ടിറച്ചിയും കോഴിയിറച്ചിയും കൊടുത്ത് തടിയും വളർത്തി അവന്മാർ ഗാങ്സ്റ്റേഴ്സായിട്ട് ഇവിടെ വന്ന് കൊട്ടേഷൻ പണി ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ആ വിഷയം കൂടെ ചിന്തിക്കണം. എന്തായാലും സുപ്രീം കോടതിയുടെ വിധിയോടുകൂടി നമ്മുടെ അലിഞ്ഞു തിരിയുന്ന പട്ടികൾ കേരളത്തിൻ്റെ ടൂറിസം സാധ്യത തകർത്ത് കേരളത്തിലെ അമ്മമാർക്ക് വീടിന് പുറത്തിറങ്ങാൻ പേടിയായി തുടങ്ങി. കുട്ടികൾക്ക് 2-3 അമ്മമാർ ഒരുമിച്ച് പോയിട്ടാണ് കുഞ്ഞുങ്ങളെ കൊണ്ട് ആ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നിരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ഈ അമ്മമാർക്കൊക്കെ ഒരു ശാശ്വതമായ സന്തോഷം ഉണ്ടാകട്ടെ. വിദേശത്ത് വരുന്ന ആൾ കേരളം ഈ സൂപ്പർ ആലപ്പുഴ പോകുമ്പം പട്ടി കടിക്കാൻ നോക്കണം എന്നൊക്കെ വിദേശികൾ എഴുതുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഇനി അത് മാഞ്ഞു പോകട്ടെ. കേരളത്തിലെ വളർത്തു നായ്ക്കളെ ലൈസൻസോടു കൂടിയും അല്ലാത്തതിനെ നശിപ്പിച്ചും അല്ലെങ്കിൽ ഷെൽട്ടർ ചെയ്തും ആ പ്രശ്നം ശാശ്വതമായ പരിഹാരം കാണാൻ ശ്രമിച്ച സുപ്രീം കോടതിക്ക് 1000 അഭിവാദനങ്ങൾ. അത് നടപ്പാക്കാൻ ഇനി മുന്നിട്ടിറങ്ങുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് 1000 അഭിവാദനങ്ങൾ. അതുപോലെ തന്നെ ജയിലിൽ പിടിച്ചിട്ടിരിക്കുന്ന ആശന്മാർക്ക് ഈ ഇറച്ചിയും കോഴിയൊക്കെ കൊടുത്ത് ശാസ്ത്രീയമായി വളർത്തേണ്ട. നമുക്ക് മിനിമം ഫുഡ്, ഒരു അന്ത്യോദയ കുടുംബത്തിന് കൊടുക്കുന്ന മിനിമം ഫുഡ് അതേ കൊടുക്കാവൂ. അത് തന്നെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ അവരുടെ ഈ മൊബൈൽ ഫോൺ യൂസേജ് കർശനമായി കട്ട് ചെയ്യണം. അതിന് ജാമർ വെച്ചാൽ ജാമർ തകർക്കും അവർ, ഉദ്യോഗസ്ഥന്മാർ തന്നെ തകർത്തു കൊടുക്കും. അത് ശ്രദ്ധിക്കുക. അതിന് തന്നെ അത് തകർക്കുന്നുണ്ടോ എന്ന് ക്യാമറ വെക്കണം. മോർ ഓവർ ഹയർ ഒഫീഷ്യൽസ് മസ്റ്റ് വിസിറ്റ് എന്താ പറയുക, ഒരു മാസത്തിൽ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പം ഈ ജയിലുകൾ സന്ദർശിക്കണം. ജയിൽ DGP എന്നൊക്കെ പറഞ്ഞാൽ തിരുവനന്തപുരത്ത് കിടന്ന് കറങ്ങിയാൽ പോരാ. സെൻട്രൽ ജയിലുകളും സാധാരണ ജയിലും ഒക്കെ സന്ദർശിക്കണം. അതുപോലെ എല്ലാവരും ഒത്തിരി ഉദ്യോഗസ്ഥന്മാർ. അപ്പോൾ കുറേ മാറ്റം വരും. ഇത് രണ്ടും സൈമിൾട്ടേനിയസ് ആണ്. പേപ്പട്ടിയെ പോലെ തന്നെ ഈ സമൂഹത്തെ പേടിപ്പിക്കുകയും ജയിലിൽ കിടന്നുകൊണ്ട് കൊട്ടേഷൻ വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന കാലം വരെ എത്തിയിരിക്കും. അതുകൊണ്ട് അതും നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഈ സമൂഹം ഉയർന്നു വരുമ്പം ഏതൊരു ഉയർന്ന സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണിത്. അതും നമുക്ക് തകർക്കണം, തച്ചുടയ്ക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇറ്റ്സ് മീ സൈമൺ യൂട്യൂബ് ചാനൽ ദേശത്തും വിദേശത്തും കാണുന്നവർ തങ്ങളുടെ പ്രിയരെ പ്രതി അത് ഷെയർ ചെയ്യുകയോ കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. ലൈക്കും ഡിസ്ലൈക്കും അടിക്കാം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഇറ്റ്സ് മീ സൈമൺ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ യൂഷ്വൽ വാച്ചേഴ്സൊക്കെ കൂടി എനിക്കൊത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ സ്ഥിരം നമ്മുടെ ഇത് വ്യൂ ചെയ്യുന്ന എൻ്റെ വീഡിയോ എല്ലാം 10-15 മിനിറ്റ്. ആ 15 മിനിറ്റ് അവർ ഇറ്റ്സ് മീ സൈമണിന് വേണ്ടി ചിലവഴിക്കുന്നു എന്നുള്ളത് ഞാൻ മഹത്തായിട്ട് കാണുന്നു. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പ്രിയമുള്ളവരെ, ഒത്തിരി നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ശക്തി. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഇറ്റ്സ് മീ സൈമൺ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ ചെല്ലുമ്പോൾ അത് ലൈക്ക് ചെയ്യുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. പ്രൈസ് അവർ ഗോഡ്. താങ്ക് യു.